ഓണായതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം ഇതിന് ഞങ്ങളിവിടെ കൃഷ്ണമുടി എന്നാണ് ഈ ഒരു പൂവിന് പറയാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇങ്ങനെ സിമ്പിളായിട്ട് തൃക്കാക്കര അപ്പന ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് ഈ തൃക്കാക്കര അപ്പന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പശമണ്ണ ആവശ്യമാണ്. നമ്മുടെ ചിതൽപുറ്റ് അഥവാ നമ്മൾ കുനിയൻ ഉറുമ്പ് എന്ന് പറയുന്ന ഒരു ഉറുമ്പിൻ്റെ പശമണ്ണാണ് നമ്മൾ തൃക്കാക്കര അപ്പന ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് നന്നായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശേഷം ഇതുപോലെ കയ്യിലേക്ക് എടുത്ത് ഒന്ന് ഉരുട്ടിയതിന് ശേഷം 4 സൈഡും നമ്മൾ തൃക്കാക്കരപ്പൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ആക്കിയെടുക്കാം. ശേഷം നമുക്കൊരു പ്ലെയിൻ പ്രതലത്തിൽ വെച്ച് ഇതൊന്നുകൂടി നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടൈൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് 4 സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അല്പം വെള്ളം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള സ്ക്രാച്ചും എന്താ പറയുക വിൻഡ് കയറലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് തൃക്കാക്കര അപ്പന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം.